നമസ്കാരം. ജ്യോതിഷ ചക്രയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മഹാശിവരാത്രി 2025 60 വർഷത്തിന് ശേഷം അപൂർവ സംയോഗമാണ് നടക്കുന്നത്. ശനിയും ചന്ദ്രനും ചേരും, ലക്ഷാധിപതി യോഗം വരുന്നു. ഈ വർഷത്തെ മഹാശിവരാത്രി ഫെബ്രുവരി 26 ആഘോഷിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. എന്നാൽ ജ്യോതിഷപ്രകാരം ഈ ദിനത്തിന് വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. 60 വർഷത്തിന് ശേഷമാണ് ശിവരാത്രി ദിനത്തിൽ അപൂർവ സംയോഗം നടക്കുന്നത്. പരിഖയോഗം ശകുനി കാരണം മകരത്തിൽ ചന്ദ്രൻ, കുംഭത്തിൽ ശനിയുടെ അസ്തമയം തുടങ്ങി പല ഗ്രഹങ്ങളും രാശികളും ഈ ദിവസത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നു. 60 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ മഹാശിവരാത്രി ദിനത്തിൽ ഇത്രയും സംയോഗം നടക്കുന്നത്. ഇത് 3 രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നു. മാത്രമല്ല, ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഇവർക്കൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 12 രാശിക്കാരിൽ ഏതൊക്കെ രാശിക്കാരാണ് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. 60 വർഷത്തിന് ശേഷം നടക്കുന്ന സംയോഗം ആയതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ തരും എന്ന് നമുക്കറിയാം. മേടം രാശിക്കാർക്ക് മഹാശിവരാത്രിയിൽ സംഭവിക്കുന്ന അപൂർവ സംയോഗം വളരെ ശുഭകരമായ മാറ്റങ്ങൾ നൽകുന്നു. ഇവരുടെ സുവർണകാലം ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതുവഴി ലക്ഷ്യപ്രഭുക്കളാവാനുള്ള യോഗവും നിങ്ങൾക്കുള്ളിലുണ്ട്. ചിലവുകളിൽ നിങ്ങൾ തന്നെ നിയന്ത്രണം വയ്ക്കുന്നു. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ മേടം രാശിക്കാരുടെ പ്രവർത്തനത്തെ എല്ലാ വിധത്തിലും പ്രശംസിക്കുന്ന കാര്യങ്ങളിലും സാമൂഹിക പദവിയും അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. സമ്പത്തും പദവിയും തേടിയെത്തുന്നു. അതുമാത്രമല്ല, ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തീരുമാനവും അംഗീകരിക്കപ്പെടും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് ഏറ്റവും അനുകൂലമായ സമയം കൂടിയാണ് കടന്നു പോകുന്നത്. വരുമാനം വർദ്ധിക്കുന്നതിനുള്ള യോഗവും നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. മിഥുനം രാശിക്കാർക്ക് ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം വളരെയധികം ഭാഗ്യകരമായിരിക്കും. പലപ്പോഴും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഇത് വളരെയധികം ശക്തവുമായിരിക്കും. പണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുകയും ചെയ്യുകയില്ല. എന്നത് മാത്രമല്ല, സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും നിങ്ങൾക്കുണ്ടാകുന്നു. ഏത് കാര്യത്തിലും പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ചുറ്റും നിറയും. ജോലിയിലെ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതുമായിരിക്കും. മാത്രമല്ല, ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയം തന്നെയാണ് ഇത്. ബിസിനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ലാഭം തേടിയെത്തും. വിദേശത്തു നിന്നും വരുമാനം വർദ്ധിക്കുന്നു. അതുമാത്രമല്ല, വിദേശയാത്രയ്ക്കും പഠനാവശ്യങ്ങൾക്കുമായും വിദേശത്ത് പോകുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. ചിങ്ങം രാശിക്കാർക്ക് മഹാശിവരാത്രി ദിനത്തിൽ വളരെയധികം സന്തോഷവും ജീവിതത്തിൽ നിറയുന്നു. മാത്രമല്ല, മികച്ച നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണിത്. കൂടാതെ നിക്ഷേപങ്ങൾ ഇരട്ടി ലാഭിക്കുന്നതിന് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നു. ബിസിനസ്സിലെ സാമ്പത്തിക നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. ഭൂമി, സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് പല വിധത്തിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകാം. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. പല വിധത്തിലുള്ള പിന്തുണകൾ അധികാരികളിൽ നിന്ന് ലഭിക്കുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചമായത് കൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടാവുകയില്ല. മേലധികാരികളിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കുന്നതിന് യോഗം കാണുന്നു. മനസ്സ് സന്തോഷം കൊണ്ട് അലയടിക്കും. ദാമ്പത്യ ജീവിതത്തിലും ഇതേ സന്തോഷം നിലനിൽക്കും. എങ്കിലും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ഈ സമയം നിങ്ങൾക്ക് തേടിയെത്തും. ഇത് പൊതുഫലപ്രകാരമാണ് പറയുന്നത്. ജാതകപ്രകാരം മാറ്റങ്ങൾ വരാവുന്നതാണ്.